ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ട്രഡീഷണൽ ഡിഷിന്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇതൊരു സുഖിയനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സുഖിയനെ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെറുപയർ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒന്നും ഇടാതെ തന്നെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അത് നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്, ശർക്കര പാനിയാക്കിയിട്ട്. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്തെടുക്കാം. ഞാൻ അളവൊന്നും പറയണില്ല. ചിലർക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കര പാനി ചേർത്തെടുക്കുക. അപ്പോൾ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കതൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പം നമ്മൾ ചെറുപയർ ആദ്യം കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിൽ ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് വറ്റി വരണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടെടുക്കാം നമുക്ക്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാണ് വൈറ്റ് കളറ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കിയ തേങ്ങ കൊത്തും കൂടെ ഇട്ടുകൊടുക്കുക. വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ടുകൊടുത്താണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ നമ്മളിത് നന്നായിട്ടൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിനായി വരും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. ഇതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെറുപയർ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അത് നമ്മൾ മുക്കി ഫ്രൈ ചെയ്യാനുള്ളതാണത്. അപ്പോൾ ഇതിലേക്ക് ചിലർ അരിപ്പൊടി ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ഞാൻ അരിപ്പൊടി ഒന്നും ചേർക്കണില്ല, മൈദ മാത്രം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കോഴിമുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സോഡാപ്പൊടി അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കത്. ഇപ്പോൾ സാധാ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ചിലർ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാറുണ്ട്, അരിപ്പൊടി മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ മൈദ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കുടിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ മൈദ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു പഴംപൊരിയൊക്കെ പൊരിക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് ചെറുപയറിൻ്റെ ബോൾസ് നമ്മളിതിൽ മുക്കിയെടുക്കുമ്പോൾ ആ ബോളിന്മേൽ കറക്റ്റായിട്ട് നമ്മൾ മാവ് ഒട്ടിയിരിക്കണം. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെറുപയർ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ കൈകൊണ്ട് ഉരുട്ടാനുള്ളൊരിതായിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ ചൂടാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെക്കണം കേട്ടോ. ചൂട് കൊടുക്കുന്ന കയ്യിലെടുക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചെറുപയർ ഇങ്ങനെ. അപ്പൊ നമ്മള് ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അപ്പൊ നമ്മള് ചൂടാക്കിയിട്ടുണ്ട് ഓയില്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബോൾസ് അങ്ങനെ ഒട്ടിപ്പിടിക്കണുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അങ്ങോട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോരും. നമുക്കൊരു ഭാഗം റെഡി ആകുമ്പോ ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം റെഡി ആയിട്ടൊന്ന് കോരി മാറ്റാം എണ്ണയിന്ന്. അപ്പൊ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പൊ നമ്മുടെ പുറത്തത്തെ ആ ഒരു കോട്ടിങ് മാത്രമേ ഫ്രൈ ആവാനുള്ളൂ. ഉള്ളിലെ ചെറുപയർ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പുറത്തത്തെ ലെയർ ഒന്ന് നല്ല ക്രിസ്പി ആയി കിട്ടിയാല് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സുഖിയൻ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനും തന്നെ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ നമുക്കിനി ബാക്കിയുള്ളതും ഈ ചൂടായ ഓയിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള ബോൾസുകളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് ഇഫ്താർ ടൈമിലൊക്കെ നോമ്പിന്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു തന്നെയാണ് ഇത്. നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് സുഖിയന്. നമുക്ക് മൊത്തം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് ചെറുപയറും ശർക്കരയൊക്കെ. പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡ് ചെയ്യണില്ലല്ലോ. സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഴയതൊക്കെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പൊ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.